സർവ്വ വിഷയങ്ങളിലും സർക്കാർ നിലപാട് മാറ്റുന്നു, മലക്കം മറിയുന്നു. വി.ഡി. സതീശൻ പ്രഖ്യാപിച്ച ബജറ്റിൽ നികുതിയുമായി ബന്ധപ്പെട്ട്, അതായത് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറവ് ചെയ്തത് അടക്കമുള്ള വിഷയങ്ങളിൽ മലക്കം മറിയുകയാണ് വി.ഡി. സതീശൻ സർക്കാർ, UDF സർക്കാർ. നോക്കൂ, അതായത് വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട് എടുത്ത തീരുമാനം, അതിനെതിരെ UDFിലൊരു കൂട്ടായ്മ ഉണ്ടായാൽ അല്ലെങ്കിൽ കൂട്ടായി തീരുമാനിച്ചാൽ അത് പിൻവലിക്കുന്നതിലേക്ക് പോകും എന്നതാണ്. അതാണ് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ പ്രതിപക്ഷത്ത് നിന്ന് എഴുന്നേറ്റ് ചോദിച്ചത്. അത്തരത്തിൽ ബജറ്റിലൂടെ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞ ഒരു സംഭവത്തെ എങ്ങനെയാണ് റദ്ദാക്കാനാകുന്നത് എന്ന വിഷയം അടക്കം അദ്ദേഹം ചോദിച്ചതും വളരെ ശ്രദ്ധേയമാണ്. അങ്ങനെ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ വിഷയത്തിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇതാ സർക്കാരിന് പിന്നോട്ട് പോകേണ്ടി വരുന്നു, മുഖ്യമന്ത്രിക്ക് പിന്നോട്ട് പോകേണ്ടി വരുന്നു, വി.ഡി. സതീശന് പിന്നോട്ട് പോകേണ്ടി വരുന്നു. അതായത് പുനരാലോചനയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. മാത്രമല്ല UDFിൽ തീരുമാനം എതിരായാൽ, അത് വീര്യം കുറഞ്ഞ മദ്യം വിൽക്കണമെന്ന് തീരുമാനിച്ചാൽ ടാക്സ് ബജറ്റിൽ പ്രഖ്യാപിച്ചതായിരിക്കും. പക്ഷേ UDF വേണ്ട എന്ന് തീരുമാനിച്ചാൽ വിൽക്കില്ല എന്നതിലേക്ക്, അതായത് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചു കൊടുക്കാനുള്ള ബക്കാഡി കമ്പനി അടക്കമുള്ളവർക്ക് മാത്രം ഗുണപരമാകുന്ന തരത്തിലേക്ക്, സംസ്ഥാനത്തിന് നഷ്ടമുണ്ടാകുന്ന തരത്തിലേക്കുള്ള ആ നീക്കം, അതിൽ നിന്ന് പിന്മാറേണ്ടി വരുന്നു സർക്കാരിന് എന്നുള്ളതാണ് പ്രതിപക്ഷ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് വീര്യം കുറഞ്ഞ മദ്യനയം തീരുമാനിക്കേണ്ടത് UDF ആണ്. UDF ആലോചിച്ച് തീരുമാനിക്കുമെന്നും വീര്യം കുറഞ്ഞ മദ്യം വിറ്റാലാണ് ഈ നികുതി എന്ന കാര്യത്തിലേക്കാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞ് മലക്കം മറിയുകയാണ്. ഇപ്പോൾ സഭയിൽ നടന്ന വിവരങ്ങളുടെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി നിർഭൻ ചക്രവർത്തി ചേരുകയാണ്. നിർഭൻ, നിരവധി വിഷയങ്ങളുണ്ട്. വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ വിഷയത്തിൽ, PM ശ്രീ വിഷയത്തിൽ അടക്കം ഈ ബജറ്റിൽ നേരത്തെ പ്രഖ്യാപിച്ച വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചു കൊടുക്കാനുള്ള തീരുമാനവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധങ്ങളെയൊക്കെ ഫലം കാണുകയാണ്, അല്ലെങ്കിൽ സർക്കാരിന്, മുഖ്യമന്ത്രിക്ക് പിൻവാങ്ങേണ്ടി വരുന്നൊരു സാഹചര്യം. എന്തൊക്കെയാണെന്ന് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സഭയിൽ നടന്നത്? തീർച്ചയായും അജിംഷാദ്, നേരത്തെ എടുത്ത നിലപാടിൽ നിന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശന് തീർച്ചയായും പിന്നോട്ട് പോകേണ്ടി വരുന്നുണ്ട്. വലിയ തരത്തിലുള്ള പ്രതിഷേധം മുന്നണിക്ക് ഉള്ളിൽ നിന്നുണ്ടായി. പ്രത്യേകിച്ച് മന്ത്രിസഭയിൽ എക്സൈസ് വകുപ്പ് മന്ത്രി പോലും അറിഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ ACCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇതിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞു. മുൻ KPCC അധ്യക്ഷൻ VS സുധീരൻ കടുത്ത നിലപാടുമായി രംഗത്തെത്തി. പാർട്ടിക്കകത്തും മുന്നണിക്കുള്ളിലും ഒപ്പം തന്നെ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന ശക്തമായ ആ പ്രതിഷേധം, ഇത് തുറന്നു കാട്ടിയിട്ടുള്ള വിശദീകരണങ്ങൾ സ്വാഭാവികമായും മുഖ്യമന്ത്രിക്ക് നേരത്തെ എടുത്ത നിലപാടിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഏർപ്പെടുത്തുകയും അത് നികുതി കുറയ്ക്കുകയും ചെയ്ത നിലപാടിൽ നിന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശന് പിന്നോട്ട് പോകേണ്ടി വന്നു എന്നതാണ്. അതിൽ അദ്ദേഹം നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ സർക്കാർ നിയമ ഭേദഗതി വഴി ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഏർപ്പെടുത്താനുള്ള നടപടികളിലേക്ക് പോയിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ സർക്കാർ നടപടികൾ സ്വീകരിച്ചത്. ഒപ്പം തന്നെ ഈ സർക്കാർ UDF ആണ് ഇക്കാര്യത്തിൽ നയപരമായ തീരുമാനമെടുക്കേണ്ടത്. പാർട്ടിയും മുന്നണിയും ഇക്കാര്യത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി UDFിൻ്റെ മദ്യനയം തീരുമാനിക്കും. അങ്ങനെ മദ്യനയം തീരുമാനിച്ചാൽ ഇതായിരിക്കും ഇതിൻ്റെ നികുതി നിരക്ക്. അത് മാത്രമാണ് സർക്കാർ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത് എന്ന ഭാഗമാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവകാശവാദമായി ഉന്നയിച്ചത്. പക്ഷേ അതിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, സർക്കാരിൻ്റെ ഈ മദ്യനയം തീരുമാനിക്കുന്നതിന് മുമ്പ് അത്തരമൊരു ചർച്ച പാർട്ടിക്കുള്ളിലോ മുന്നണിക്കുള്ളിലോ മന്ത്രിസഭയിലോ നടക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് വി.ഡി. സതീശൻ ധൃതി പിടിച്ച് ഇങ്ങനെ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി കുറച്ചുള്ള നിലപാട് സ്വീകരിച്ചത് എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് നിയമസഭയിൽ വ്യക്തമായ മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം വസ്തുതയാണ്. പക്ഷേ നേരത്തെ എടുത്ത പല നിലപാടുകളിൽ നിന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശന് പിന്നോട്ട് പോകേണ്ടി വരുന്നു. അത് അദ്ദേഹം അതേപടി നിയമസഭയിൽ സമ്മതിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിന് പിന്നോട്ട് പോകേണ്ടി വന്നത് എന്ന് ചോദിച്ചാൽ, സ്വാഭാവികമായും മുന്നണിക്കുള്ളിലും പാർട്ടിക്കുള്ളിലും മന്ത്രിസഭയിലും ഉയർന്ന ശക്തമായ പ്രതിഷേധം തന്നെയാണ്. അതിന് അദ്ദേഹം ന്യായവാദമായി മുന്നോട്ട് വയ്ക്കുന്നത്, ഇത് അന്തിമമായി UDFിൻ്റെ മദ്യനയം തീരുമാനിക്കുക UDFും കോൺഗ്രസ് പാർട്ടിയുമായിരിക്കും. ഇത് സംബന്ധിച്ച് പാർട്ടി ആലോചിച്ച് നിലപാട് സ്വീകരിക്കും. ഇത് സംബന്ധിച്ച് UDF ഒരു സമിതി വയ്ക്കും. ആ സമിതി ചർച്ച ചെയ്ത് നയം തീരുമാനിക്കുമെന്നാണ് ഇന്ന് മറുപടി പ്രസംഗത്തിൽ മുഖ്യമന്ത്രി സഭയിൽ പ്രഖ്യാപിച്ചത്. അപ്പോഴും മുൻ ധനമന്ത്രിയായിട്ടുള്ള KN ബാലഗോപാൽ ചോദ്യമായി ഉന്നയിച്ചത് ബഡ്ജറ്റിലെ നികുതി നിർദ്ദേശമാണ്. സാധാരണ ഈ നികുതി ബഡ്ജറ്റിൽ ഇത് അവതരിപ്പിച്ച് ബഡ്ജറ്റ് പാസ്സാക്കി കഴിഞ്ഞാൽ, ഈ ധനവിനിയോഗ ബില്ല് പാസ്സാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഇത് നിയമമായി മാറും.
നടപ്പിലാക്കും. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന മദ്യ കമ്പനികൾക്ക് മാർക്കറ്റിലേക്ക് മദ്യം ഇറക്കാൻ കഴിയും, മദ്യം സുലഭമായി ലഭിക്കും. അതുകൊണ്ട് ഇതിനകത്തുള്ള സാങ്കേതിക പ്രശ്നമുണ്ട്, അത് വ്യക്തമാക്കണമെന്ന ചോദ്യം പ്രതിപക്ഷത്ത് നിന്ന് ന്യായമായും ഉണ്ടായിട്ടുണ്ട്. കെ എൻ ബാലഗോപാലാണ് അതിന് ആ ചോദ്യം ഉന്നയിച്ചത്. ഇക്കാര്യത്തിലുള്ള ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇനി ഈ ബഡ്ജറ്റ് പാസ്സായി കഴിഞ്ഞാൽ അതിൽ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടായിരിക്കുമോ, അത് ഭേദഗതി ചെയ്യുമോ, അത്തരം കാര്യങ്ങൾക്കുള്ള വ്യക്തമായ ഉത്തരം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അജിംഷാദ്, ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച സ്വകാര്യവൽക്കരണം എന്ന ആശയം, ഖനനം, ധാതു മണൽ ഖനനവുമായി ബന്ധപ്പെട്ട സ്വകാര്യ നിക്ഷേപം, അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ അന്ന് ഈ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇനി സ്വകാര്യ മേഖലയിലേക്ക് പോയേ മതിയാവൂ, സർക്കാരിൻ്റെ കൈവശൽ പണമില്ല, കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൻ്റെ പോളിസിയാണ്, ആ പോളിസിക്കൊപ്പം നിന്നാണ് ഈ സർക്കാർ ഈ നടപടി നടപ്പിലാക്കുന്നത് എന്ന നിലപാടാണ് അന്ന് മുഖ്യമന്ത്രി സ്വീകരിച്ചത്.